30 വർഷങ്ങൾക്ക് മുമ്പാണ് സലീം കുമാറിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഞാനന്ന് മഴവിൽ കൂടാരം എന്ന സിനിമയുടെ തിരക്കഥാ ജോലികളുമായിട്ട് തൃപ്പയാറുള്ള ഒരു ലോഡ്ജിലിരിക്കുന്ന സമയത്താണ് അദ്ദേഹം അവിടേക്ക് കയറി വന്നത്. സത്യത്തിൽ എനിക്ക് അദ്ദേഹത്തെ അന്ന് മനസ്സിലായില്ല. അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്ത്, എൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു ആളെ കാണുവാൻ വേണ്ടിയാണ് അദ്ദേഹം വന്നത്. വരുന്ന സമയത്ത് ഞാൻ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചിട്ടാണ് അകത്ത് കയറിയത്. വളരെ കുറച്ച് സമയത്തിന് ശേഷം അദ്ദേഹം പുറത്തു വന്ന് വളരെ എന്താ പറയുക, വികാരഭരിതനായിട്ടാണ്, അല്ലെങ്കിൽ വളരെ മുഖമൊക്കെ വല്ലാതെ വിഷമിച്ച രീതിയിലാണ് അദ്ദേഹം പുറത്തേക്ക് വന്നത്. എന്താണ് കാര്യമെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് യാത്ര ചോദിച്ച് പോവുകയും ചെയ്തു. പിന്നീട് ഒരു വർഷത്തിന് ശേഷമാണ് ഇഷ്ടമാണ് നൂറുവട്ടം എന്ന് പറയുന്ന സിനിമ ഞാൻ ആരംഭിക്കുന്നത്. അന്ന് ആ സിനിമയിൽ അഭിനയിക്കേണ്ടിയിരുന്ന ഒരു പ്രമുഖ ഹാസ്യനടൻ, അദ്ദേഹത്തിൻ്റെ ചില തിരക്കുകൾ കാരണം എൻ്റെ പടത്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ആ ഗ്യാപ്പിലേക്കാണ് അദ്ദേഹത്തെ സലീം കുമാറിനെ ഞാൻ ക്ഷണിക്കുന്നത്. അത് നടനും സംവിധായകനുമായ നാദിർഷയുടെ ഒരു താല്പര്യപ്രകാരമായിരുന്നു. നാദിർഷയാണ് എന്നോട് സലീം കുമാറിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഈ ഏഷ്യാനെറ്റിൽ ഒരു പ്രോഗ്രാമുണ്ടായിരുന്നു. ചിന്തരവി അവതരിപ്പിച്ചിരുന്ന എൻ്റെ കേരളം എന്ന പ്രോഗ്രാമിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് സലീം കുമാർ ഒരു പരിപാടി അവതരിപ്പിച്ചിരുന്നു. അതെനിക്ക് വളരെയധികം ആകർഷകമായിട്ട് തോന്നി. അങ്ങനെ അദ്ദേഹമാണ് ഈ വ്യക്തി എന്നറിഞ്ഞപ്പോൾ, ഈ സലീം കുമാർ എന്നറിഞ്ഞപ്പോൾ ഞാൻ നാദിർഷയുടെ അടുത്ത് പിന്നെ മുടക്കൊന്നും പറഞ്ഞില്ല. അദ്ദേഹത്തിൽ അന്ന് തന്നെ ഞാൻ ഒരു നല്ല കലാകാരനെ ദർശിച്ചിരുന്നു. അങ്ങനെയാണ് എൻ്റെ സിനിമയിൽ അദ്ദേഹം വരുന്നത്. കേവലം 3 സീനുകൾ മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഒരു സോങ്ങിൻ്റെ ഒരു ചെറിയ ബിറ്റിലും. അപ്പോൾ ആദ്യത്തെ സീൻ എടുക്കുന്ന സമയത്ത്, അപ്പോൾ തലേദിവസം അദ്ദേഹത്തിൻ്റെ വിവാഹമായിരുന്നു. പിറ്റേ ദിവസമാണ് എൻ്റെ പടത്തിൽ ജോയിൻ ചെയ്യുന്നത്. അത് ആദ്യത്തെ ടേക്ക് തന്നെ ഓക്കെ ആയി. എന്നെ സംബന്ധിച്ചിടത്തോളം ഓക്കെ ആയിരുന്നു. ഞാൻ അദ്ദേഹത്തെ അപ്രിഷ്യേറ്റ് ചെയ്തു. അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായി. അപ്പോൾ അദ്ദേഹത്തിൽ നല്ലൊരു കലാകാരൻ ഒഴിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളത് എനിക്ക് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് തന്നെ എനിക്ക് വായിച്ചെടുക്കാൻ സാധിച്ചിരുന്നു. അപ്പോൾ അന്ന് ചെറിയ റോളുകൾക്കൊന്നും ഡബ്ബിങ് സ്വന്തം ആർട്ടിസ്റ്റ് തന്നെ നടത്തുന്ന പതിവില്ല. പക്ഷേ എനിക്ക് അദ്ദേഹത്തിൻ്റെ വോയിസ് ഭയങ്കരമായിട്ട് ഒരു പെക്യുലർ വോയിസ് ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ അദ്ദേഹത്തെ ചെന്നൈയിലേക്ക് ക്ഷണിച്ചു. പ്രൊഡ്യൂസർ അവർക്കൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും എൻ്റെ നിർബന്ധം സഹിക്കാൻ വയ്യാതായപ്പോൾ അവർ സമ്മതിച്ചു. അദ്ദേഹം വന്നു. അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിന് അദ്ദേഹം തന്നെ വോയിസ് കൊടുത്തു. എന്താ സാറേ ഇത്? ഈ 11th അവറിലൊക്കെ പ്രോഗ്രാം ക്യാസ് എന്ന് വെച്ചാ അങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ടല്ലേ മിസ്റ്റർ രാധാകൃഷ്ണൻ? എന്ത് സാഹചര്യം? എനിക്ക് നിങ്ങളുടെ ഞഞ്ഞാവിന്റെ വർത്താനൊന്നും കേൾക്കണ്ട. ഇത് ആദ്യത്തെ തവണ ഒന്നുമല്ല ഈ പ്രോഗ്രാം പോസ്റ്റ്പോൺ ചെയ്യുന്നത്. ആദ്യം നിങ്ങൾക്കൊരു ആക്സിഡന്റ്, പിന്നെ ഒരു മാരേജ്, ഇനിയിപ്പോൾ എന്ത് റീസണാണ് നിങ്ങൾ പറയാൻ പോകുന്നത്? അപ്പോൾ അങ്ങനെയാണ് ആ പടത്തിൽ അദ്ദേഹം ചെയ്യുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇത്ര വലിയ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു റോളായിട്ട് ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇദ്ദേഹത്തോട് വളരെ മതിപ്പാണ്. കാരണം ഞാൻ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, കാപട്യങ്ങളുടെ ലോകത്ത് ആത്മാർത്ഥതയുള്ള ഒരു മുഖമാണ് അദ്ദേഹത്തിൻ്റേത്. അങ്ങനെ പറയാനുള്ള കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ടുള്ളത് അദ്ദേഹം എന്നോട് പുലർത്തിയ ആ ഒരു നീതി തന്നെയാണ്. നമുക്കറിയാം, മലയാള സിനിമ എന്നല്ല, ഏത് സിനിമാ രംഗത്തായി കഴിഞ്ഞാലും നീതികേടാണ് മിക്കവാറും, അല്ലെങ്കിൽ ഒരു നന്ദികേടാണ് മിക്കവാറും കണ്ടുവരുന്നത്. അതെൻ്റെ പിതാവ് നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ മൊയ്തു പടിയത്ത്, ഞാൻ ഈ സിനിമാ രംഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അദ്ദേഹം എനിക്ക് ചില ഉപദേശങ്ങൾ തന്നിരുന്നു. അതിലൊന്നായിരുന്നു, സിനിമയിൽ ഒരിക്കലും നമ്മൾ നന്ദി പ്രതീക്ഷിക്കരുത് എന്നുള്ളത്. ഞാൻ ആ ഒരു രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോയത്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സലീം കുമാർ ഏത് വേദിയിൽ ചെന്നു കഴിഞ്ഞാലും ഇദ്ദേഹത്തിൻ്റെ സിനിമാ പ്രവേശത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം പറയുന്നത് ഇഷ്ടമാണ് നൂറുവട്ടം എന്ന സിനിമയിലൂടെയാണ് ഞാൻ രംഗത്ത് വന്നത്. അദ്ദേഹത്തിൻ്റെ ആ ചിത്രത്തിൻ്റെ സംവിധായകൻ ശ്രീ സിദ്ദിഖ് ഷിമീറാണ് എന്നുള്ളത് പല കുറി അദ്ദേഹം മിക്കവാറും ആവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളിലും മറ്റുള്ള ചാനലിലായാലും അതായത് പത്രത്തിലായാലും അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പോലും അത് പരാമർശിച്ചിട്ടുണ്ട്. അത് സാധാരണ നിലയ്ക്ക് മലയാള സിനിമയിൽ നിന്നോ അല്ലെങ്കിൽ സിനിമാ രംഗത്ത് നിന്നോ ഒരു നടനിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതല്ല. നമ്മളെ കൈപിടിച്ച് കൊണ്ടുവന്നവരെ, വഴി നടത്തിയവരെ ഒക്കെ മറന്നു കളയുന്ന ഒരു പൊതു പ്രവണതയാണ് നമുക്ക് മലയാള സിനിമയിൽ മൊത്തത്തിൽ കാണാൻ സാധിക്കുന്നത്. അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായ ഒരു വ്യക്തിത്വം.
അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം. കൂടാതെ നായകനായിട്ട് അഭിനയിച്ച ആദ്യത്തെ സിനിമ ലാൽ ജോസ് സംവിധാനം ചെയ്ത അച്ഛനുറങ്ങാത്ത വീട്, അതിൽ വളരെ ഗംഭീരമായ പ്രകടനമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ആ ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആദ്യം വിളിച്ചറിയിക്കുന്നത് എന്നെയായിരുന്നു. അതിനുശേഷം ആദാമിൻ്റെ മകൻ അബു, അത് ദേശീയ അവാർഡ് കിട്ടിയാണ്, മറ്റേതിന് സംസ്ഥാന അവാർഡ് കിട്ടി. ദേശീയ അവാർഡ് കിട്ടിയ ആദാമിൻ്റെ മകൻ അബു ആ വേഷം കൈ വന്നപ്പോഴും അദ്ദേഹം എന്നെ ഓർക്കാതിരുന്നില്ല. ആദ്യം തന്നെ ഓർത്തത് തന്നെയാണ്. അപ്പോൾ വന്ന വഴി ഒരു കാരണവശാലും മറക്കാത്തൊരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ. പിന്നെ അതുകൂടാണ്ട് കോവിഡ് കാലത്ത് ഇതുപോലെ ഞാനൊരു ഷോർട്ട് ഫിലിം മൊബൈലിൽ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രദർശിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ആലോചിച്ചിരുന്നു. അങ്ങനെ അതിൽ ചലച്ചിത്ര താരങ്ങൾ അത് വേഷങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ പെട്ടെന്ന് ശ്രദ്ധ ആകർഷിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ പലരെയും സമീപിച്ചു. ഇന്ദ്രൻസ്, മമ്മൂക്കോയ എല്ലാവരും സഹകരിച്ചു. പക്ഷേ ഈ സലീം വളരെയധികം തിരക്കുകളുണ്ടായിട്ടും എൻ്റെ അടുത്ത് വളരെ ആത്മാർത്ഥമായിട്ട്, ഞാനൊരു ഓർമ്മപ്പെടുത്തലൊന്നും ഇല്ലാതെ തന്നെ അദ്ദേഹം എനിക്ക് ഞാൻ ഉദ്ദേശിച്ച സാധനം മൊബൈലിൽ ഷൂട്ട് ചെയ്ത് എനിക്ക് അയച്ചു തന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള ആത്മാർത്ഥത, പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ. അദ്ദേഹം ഒരു കോൺഗ്രസ് രാഷ്ട്രീയക്കാരനാണെന്ന് ഞാൻ വളരെ കാലങ്ങൾക്ക് ശേഷമാണ് അറിയുന്നത്. അദ്ദേഹത്തെ പഠിപ്പിച്ച ഒരു അധ്യാപകനിൽ നിന്നാണ്, കേശവൻ വെള്ളിക്കുളങ്ങര എന്ന് പറയുന്ന. അദ്ദേഹം SN കോളേജിലാണ് പഠിച്ചത്, മാലിങ്കര SN കോളേജിലാണ് പഠിച്ചത്. അദ്ദേഹത്തെ പഠിപ്പിച്ച അധ്യാപകനാണ് കേശവൻ വെള്ളിക്കുളങ്ങര. അദ്ദേഹമാണ് പറയുന്നത് ഇദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ഞാനൊരു കോൺഗ്രസ്സുകാരനാണെന്ന് തുറന്ന് പ്രഖ്യാപിക്കുന്നത്. അത് സാധാരണ നിലയ്ക്ക് ഒരു കലാകാരൻ അങ്ങനെ ചെയ്യാറില്ല. കാരണം അവർ ന്യൂട്രൽ അടിച്ച് നിൽക്കുകയുള്ളൂ. അത് പലവിധ നേട്ടങ്ങൾ കണ്ടുകൊണ്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു നേട്ടം ഉണ്ടാവണം എന്നുള്ള താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും അതൊക്കെ കൈവരും എന്നുള്ള ഒരു ആത്മവിശ്വാസമായിരിക്കാം ചിലപ്പോൾ. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് അതിൻ്റെ പേരിലുണ്ടായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ആക്രമണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നിരുന്നിട്ടും അദ്ദേഹം ഈ അടുത്തുപോലും അദ്ദേഹം ഞാൻ അടിയുറച്ചൊരു കോൺഗ്രസ്സുകാരനാണ് എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് അത് പ്രഖ്യാപിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളും അതുപോലൊക്കെ തന്നെയാണ്, തുറന്നടിച്ച് പറയും. അതൊരു വലിയ ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വിയോഗം നമ്മുടെ സിനിമയ്ക്ക്, മലയാള സിനിമയ്ക്കും നമ്മുടെ പൊതു സമൂഹത്തിനും വലിയൊരു നഷ്ടമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്.